എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ജയപാലൻ്റെ മോൻ വിശാൽ പുറത്ത് നിന്നിട്ട് സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരന്മാരും ഉണ്ട് കേട്ടോ. ഇവിടെ പൊതുവഴി വെച്ച് ഇതൊക്കെ ആകാവോ എന്നിങ്ങനെ ചോദിച്ചപ്പം പരസ്യമായിട്ട് ഏത് ക്രൈമും ചെയ്താൽ ക്രൈം അല്ലടാ എന്ന് വിശാൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത്, മാത്രമല്ല ജയപാലൻ്റെ മകൻ സിഗരറ്റ് വലിക്കണമെന്ന് നാട്ടുകാർ പറയും, അതിലൊരു സാരമില്ല. അപ്പോഴേക്കും ഒരു കൂട്ടുകാരൻ ചോദിച്ചു, അപ്പോൾ അന്ന് യമുനെ തട്ടിക്കൊണ്ട് പോയില്ലേ, അത് നമ്മുടെ ക്രൈം ആയിരുന്നല്ലോ, അപ്പോൾ അത് പരസ്യമായിട്ട് ചെയ്ത ക്രൈം അല്ലാതാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിശാലിന് നാക്കില്ല കേട്ടോ. അപ്പോഴേക്കും അടുത്തയാൾ പറഞ്ഞു, അതെന്തായാലും നമ്മുടെ കാസിനോയ്ക്ക് കിട്ടിയ ഒരു ക്ഷീണമാണേ, ക്ഷീണം ഉണ്ടാക്കിയ കേസല്ലേ, കാര്യങ്ങളൊക്കെ കോളേജ് മുഴുവൻ അറിഞ്ഞ് ചാമിന്നാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുമാതിരി ഇവനെ കളിയാക്കുക, ഇവൻ്റെ ഈഗോ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ യമുന സ്കൂട്ടറിലിങ്ങ് വരുന്നത്. ഈ സമയത്ത് നമ്മുടെ കാവേരി നിളയെ കൊണ്ടുവിടാനായിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നതായിരുന്നു. അങ്ങനെ നിളയും കാവേരിയും തമ്മിലിങ്ങനെ സംസാരിച്ച് വരികയാണ് കേട്ടോ. ചേച്ചി ബസ് സ്റ്റോപ്പിലോട്ട് വരണമെന്നില്ലേ? എനിക്ക് വരണമെന്നൊന്നുമില്ല, എനിക്ക് കുറുക്കനൊന്നും പിടിച്ചോണ്ട് പോവില്ല. അതിനല്ലേ കരാട്ടെ, പഠിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ, അതുവരെ ഞാൻ കൂടെ വരാം. അമ്മ കരാട്ടെ ക്ലാസ്സിന് ചേരാനുള്ള കാശ് തന്നില്ലേ? തന്നു. അപ്പം പ്രോബ്ലംസൊക്കെ സോൾവ് ആയ സ്ഥിതിക്ക് അങ്ങ് ഉഷാറായിട്ട് പഠിച്ചേക്കണം, എക്സാമിന് നല്ല മാർക്കും വേണം. അതൊക്കെ ഞാൻ പൊളിക്കത്തില്ലേ. എന്തായാലും നമ്മുടെ യമുന സ്കൂട്ടറിൽ ഇങ്ങനെ പോരുവാണ്. ഈ വിശാലിൻ്റെയും കൂട്ടുകാരെയും പാസ് ചെയ്ത് അങ്ങോട്ട് പോയി. പെട്ടെന്ന് തന്നെ ഇവന്മാരും അവളുടെ പിന്നാലെ ഇങ്ങനെ വരാണ് കേട്ടോ. അവൾ പരമാവധി സ്പീഡിലാണ് വിടുന്നത്. അവൾ സ്പീഡിലിങ്ങനെ പോകുന്നു, അതിൻ്റെ പുറകെ ഇവന്മാർ പോകുന്നു കാണിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് കാവേരിയും നിളയും സംസാരിക്കുന്ന വീണ്ടും കാണിക്കുന്നത് കേട്ടോ. അതെ, സ്കൂളിൽ നിന്ന് അടുത്ത മാസം ട്രിവാൻഡ്രത്തോട് ടൂറ് പോകുന്നുണ്ട്, അതിനുള്ള ഫണ്ട് കൂടി എങ്ങനെയെന്നോ സംഘടിപ്പിച്ച് അമ്മയോട് പറഞ്ഞാൽ സാങ്ഷൻ കിട്ടിയതില്ലല്ലോ. തിരുവനന്തപുരത്ത് എന്താ കാണാനുള്ളത്? അവിടെ സൂ ഉണ്ട്, മ്യൂസിയം ഉണ്ട്, കടലുണ്ട്, എയർപോർട്ടുണ്ട്, പിന്നെ വിഴിഞ്ഞത്ത് പോയ കപ്പലും കാണാമല്ലോ. ഓഹോ, എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണല്ലോ. ഇതിനിടയ്ക്ക് വീണ്ടും യമുനയുടെ പിന്നാലെ ഇവന്മാർ വരുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. സിറ്റിയിലല്ലേ എല്ലാം ഉള്ളത്, അവിടെയുള്ള കുട്ടികൾ എത്ര ലക്കിയാ, ലീവുള്ള ദിവസം അവർക്ക് പാർക്കിലും ബീച്ചിലും ഒക്കെ പോകാമല്ലോ. പിന്നെ സിറ്റിയിലുള്ള കുട്ടികൾ പ്ലെയിനിൽ സ്കൂളിൽ പോയിട്ട് കപ്പലിലാണല്ലോ തിരിച്ച് വീട്ടിൽ വരുന്നത്, ഒന്ന് പോടിയൊന്ന്. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് പോണ സമയത്താണ് ബസ് സ്റ്റോപ്പിൽ അനീഷ മിസ് നിൽക്കുന്നത് കണ്ടത്. ഇവൾ ഓടി ചെന്ന് മിസ്സിനെ കെട്ടിപ്പിടിച്ചു. ഗുഡ് മോർണിംഗ് മിസ്സേ. എടി, മിസ്സിൻ്റെ സാരിയൊക്കെ ചീത്തയാക്കല്ലേ. അതൊന്നും സാരമില്ല, ഇവൾ ഞങ്ങളുടെ സ്വന്തം കാന്താരിയല്ലേ, ഒന്ന് പറഞ്ഞു കൊടുക്കണം മിസ്സേ, വീട്ടിലുള്ളവർക്ക് എൻ്റെ വില അറിയത്തില്ല. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, ഒന്ന് നോക്കിക്കോണേ മിസ്സേ, ഈയിടെയായിട്ടെ കരാട്ടയിലും ടൂറിലും ഒക്കെ കോൺസെൻട്രേഷൻ. എന്ന് കരുതി നീളക്കുട്ടി പഠിത്തമൊന്നും ഉഴപ്പാൻ പോകുന്നില്ല. കരാട്ടെ ക്ലാസ്സിന് ചേരാൻ പറഞ്ഞത് ഞാനാ. പത്രമൊക്കെ ടി വിയൊക്കെ നോക്കിയാൽ എന്തൊക്കെ വാർത്തകളാണ്. പെൺകുട്ടികൾ ഡിഫൻസിലെങ്കിലും ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കാവേരി പൊക്കോ, ജീപ്പ് വരുമ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നോളാം. ചേച്ചിയുടെ ടൂറിൻ്റെ കാര്യം അമ്മയുടെ അടുത്ത് സ്ട്രോങ് റെക്കമെൻഡേഷൻ ഞാൻ നടത്തിക്കോളാം, പക്ഷേ മിഡ് ടേം എക്സാം അത് വിട്ട് കളയരുത്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അതിനൊന്നും ടെൻഷൻ വേണ്ട, ഫസ്റ്റ് റാങ്ക് അവൾ ആർക്കും വിട്ടുകൊടുക്കാൻ പോണില്ല. അപ്പോൾ ശരിയെന്നാൽ എന്ന് പറഞ്ഞു. അങ്ങനെ കാവേരി പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് നിളക്കുട്ടിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ വിടുന്നത്. അതെ, നല്ല കട്ടയ്ക്ക് കൂടെ നിന്നതിനും ടൂറിൻ്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തതിനും എബോൾ എൻ്റെ ചേച്ചി ആയതിന് എന്നൊക്കെ പറഞ്ഞപ്പം ശരി വരവ് വെച്ചിരിക്കുന്നു മോളിപ്പോൾ. അങ്ങനെ ഇവൾ പോവാണ്. യമുനയുടെ പൊന്നാലെ ഇവന്മാർ വരുന്ന കേട്ടോ പിന്നെയും കാണിക്കുന്നത്. യമുനയാണെങ്കിൽ പരമാവധി സ്പീഡ് വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല കേട്ടോ. ഇവർ മാർത്താണ്ഡത്തിന് ഇനിയും വരുന്നോന്നും ഒരുമാതിരി കളിയാക്കി മാർത്താണ്ഡത്ത് വെച്ച് എന്താ സംഭവിച്ചതെന്നും ഇങ്ങനെ പറഞ്ഞിട്ട് ഒന്നുകൂടെ വാന്നേ, നമുക്ക് ഒന്നുകൂടെ സെറ്റാക്കാന്നേ എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ പുറകെ കൂവി വരുന്നുണ്ട് കേട്ടോ. അവൾക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. പരമാവധി സ്പീഡിലാണ് വിടുന്നത്. മാത്രമല്ല ഇവരുടെ വർത്തമാനമൊക്കെ കേട്ടിട്ട് ഇവൾക്ക് സങ്കടവും വരുന്നുണ്ട്. പക്ഷേ യമുനയെ രക്ഷപ്പെടുത്താനായിട്ട് ഒരാൾ വന്ന് നിൽക്കുകയാണ്, മറ്റാരുമല്ല നവീൻ്റെ സ്കൂട്ടറും ഒക്കെ ആയിട്ട് ഇവർക്ക് മുന്നിലേക്ക് ഇങ്ങോട്ട് വന്നില്ലേ. വിശാൽ ഇവനെ കണ്ട് പേടിച്ചു പോയി. വിശാൽ മാത്രമല്ല, വിശാലിൻ്റെ കൂട്ടുകാരന്മാരും വിശാലിൻ്റെ സ്കൂട്ടറിന് മുന്നിലേക്ക് വന്നു. സ്കൂട്ടറിനല്ല, ബുള്ളറ്റിന് മുമ്പിലേക്ക് ഇവനിങ്ങ് വന്നു കേട്ടോ. യമുനയാണെങ്കിൽ ഹീറോ മാതിരി നവീൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. വണ്ടി വിടുമോനെ എന്ന് കൂട്ടുകാരൻ പറഞ്ഞു. കൂട്ടുകാരന്മാർ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. നവീനും വിശാലും യമുനയും മാത്രമായി. എന്താടാ വിശാലെ, ഒരു റോഡ് ഷോ? അതിനെന്താ ഇപ്പം കുഴപ്പം?
നെവിനേട്ടാ, നെവിനേട്ടൻ ചേട്ടൻ്റെ പാട്ടിന് പോയേ. ഞാനെൻ്റെ പാട്ടിന് പോകണമല്ലേ? സൈലൻസറെടുത്ത് മാറ്റിയ നിൻ്റെ ബൈക്കിൻ്റെ ശബ്ദമേ 6 പഞ്ചായത്തിനപ്പുറം നിന്നാലേ കേൾക്കാം. അതും പോരാഞ്ഞ് നീ ഈ പെങ്കൊച്ചിൻ്റെ സ്കൂട്ടിയിൽ കാല് വെച്ചേ വരത്തുള്ളോ? എന്തോന്ന് ന്യായവാടാ ഇത്? നിവേട്ടനെ ഇപ്പോൾ ആരെയും കൂടെ ക്ഷണിച്ചേ? ഇവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പോഴേ എവിടെന്നെങ്കിലും ചാടി വീഴുള്ളോ? അതെന്താ നിവിനേട്ട ഇങ്ങനെ? നിവിനേട്ടൻ്റെ ആരെ ഇവള്? അപ്പോഴേക്കും ഒറ്റ തല്ല് കൊടുക്കാനായിട്ട് കൈ ഉയർത്തുവാണ്. ഇതൊക്കെ കണ്ടു യമുനയ്ക്ക് ഭയങ്കര സന്തോഷം. ഒരെണ്ണം അങ്ങോട്ട് വെച്ച് തന്നാലുണ്ടല്ലോ നീ എത്താങ്ങത്തില്ല കേട്ടോ. ഇളകി കിടക്കുന്ന നട്ടും ബോൾട്ടും ഒക്കെ ഒരു വിധത്തിൽ ശരിയാക്കിയതേ ഉള്ളൂ നിൻ്റെ അച്ഛൻ. ഇനി നാട്ടുകാരുടെ കൈക്ക് പണി ഉണ്ടാക്കിയിട്ട് എന്തിനാടാ മെഡിക്കൽ ഷോപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് കാശ് കൊടുക്കണത്? അതിൻ്റെ ആവശ്യം എന്താടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ ഇവളെനിക്ക് ആരാണെന്നുള്ളതൊക്കെ ഇവക്കറിയാം. അത് നിൻ്റെ അടുത്ത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അല്ല, നീ എന്താ പെണ്ണുങ്ങളെ പറഞ്ഞ വൈകി എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ട് പോകാനാണോ? അവിടെ ഇട്ട് അവരെ ഉപദ്രവിച്ചിട്ട് നീ വലിയ സംഭവമാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? ആണോ? അതോ ഇതേ കൂടെ റോഡിൽ കൂടി മര്യാദയ്ക്ക് പോകുന്ന പെൺകുട്ടികളെ പേടിപ്പിച്ച് വീരനായകനാവാൻ വേണ്ടിയിട്ടാണോ? ആദ്യം നീയേ ആണുങ്ങൾക്ക് ചേർന്ന് എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് കാണിക്കുക. അത് കഴിയുമ്പോൾ ഞാൻ തീരുമാനിക്കാം നിൻ്റെ കൂടെ നിൽക്കണോ വേണ്ടയോ എന്ന്. പെണ്ണുങ്ങളെ വേദനിപ്പിക്കുകയല്ല വേണ്ടത്, അവരെ ആശ്വസിപ്പിക്കുകയും ചേർത്ത് നിൽക്കുക വേണ്ടത്. എന്തായാലും നവീൻ പറയുന്നതൊക്കെ ഒരു ഹീറോ പറയണ മാതിരി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിൻ്റെ അച്ഛനെ പോലെ എല്ലാവരും തൊപ്പു നിന്നെ. ഇനി ഈ കുട്ടിയുടെ പിന്നാലെ നീ പോരുന്ന കണ്ട അറിയാലോ നിനക്ക്. നിൻ്റെ ബൈക്കിൽ വലിഞ്ഞു കയറാനുള്ള അധികാരം കൂടി ബാക്കി വെക്കില്ല കേട്ടല്ലോ. എടുത്തോണ്ട് പോടാ നിൻ്റെ പാട് നോക്കി. എന്തായാലും വിശാൽ വണ്ടി എടുത്തോണ്ട് പോയി കഴിയുമ്പോൾ യമുന ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ കോളേജിൽ ഒരു ക്ലാസ്സിലല്ലേ? അവനെ കൊണ്ട് എപ്പോഴും ഉണ്ടോ ഈ ശല്യം? അന്നത്തെ സംഭവത്തിന് ശേഷം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ഇപ്പോഴാണ്. അല്ല, എൻ്റെ നമ്പർ ഉണ്ടായിരുന്നില്ലേ? അവന്മാർ പിന്നാലെ വന്നപ്പം വിളിക്കായിരുന്നില്ലേ? അപ്പോഴത്തെ ടെൻഷനിൽ ഞാൻ ഓർത്തില്ല നിവിനേട്ടാ. ഓർക്കണം, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ എന്നെ വിളിച്ചാൽ മതി, എവിടെ വെച്ചാണെങ്കിലും കേട്ടോ. അല്ല, എന്നും ബസ്സിനല്ലേ കോളേജിൽ പോകുന്നത്? ഇന്നെന്താ സ്കൂട്ടറിൽ? എന്നും കാവേരി ചേച്ചിയാണ് കൊണ്ടുവിടുന്നത്. ചേച്ചി എഴുന്നേറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എന്തു പറ്റി കാവേരിക്ക്? എന്തെങ്കിലും വയ്യായിക? ഇല്ല, ഇന്നലെ ഉറങ്ങാൻ താമസിച്ചതുകൊണ്ടാണ്. എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് പോയി. എന്തായാലും നെവിൻ പോകുന്ന കണ്ടപ്പോഴേക്കും കൂട്ടുകാരന്മാർ രണ്ടുപേരും ഒളിച്ചു നിന്ന് എത്തി നോക്കുന്നുണ്ട് കേട്ടോ. നെവിൻ എന്തായാലും ഇവന്മാരെ കണ്ടു. പെട്ടെന്ന് നെവിൻ ഇവന്മാരെ ഒന്ന് നോക്കുകയാണ്. ഇവന്മാർ പേടിച്ചിങ്ങനെ നിൽക്കുക. പെട്ടെന്ന് പേടിച്ചൊരൊറ്റ ഓട്ടം. ഇവന്മാർ ഇനിയും പിന്നാലെ വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് യമുനയോട് പറഞ്ഞു, യമുന ഒരു കാര്യം ചെയ്യുക, വണ്ടി സൈഡിലേക്ക് ഒതുക്കിയേരെ. കുറേ പേടിച്ചല്ലേ, ഞാൻ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ വണ്ടിയൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം, നീയേ കയറ്. അങ്ങനെ നെവിൻ്റെ വണ്ടിയിൽ യമുന കയറി. യമുനയുടെ മനസ്സിൽ നെവിനോട് പ്രണയം. യമുന ഇങ്ങനെ നെവിൻ്റെ പുറത്തേക്ക് ചാരിയിരുന്ന ഓരോ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ്. മാത്രമല്ല നെവിനെ ചുറ്റി പിടിച്ചിട്ടുമുണ്ട്. നെവിൻ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? അവൾ പേടിച്ചരണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണെന്നാണ്. എന്തായാലും നെവിൻ മേടിച്ചു കൊടുത്ത സാരി കേട്ടോ ഈ യമുന ഉടുത്തിരിക്കുന്നത്. കോളേജ് എത്തിയതൊന്നും യമുന അറിഞ്ഞില്ല. യമുന ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. യമുന എന്ന് നെവിൻ വിളിച്ചു. അപ്പോഴേക്കും പതുക്കെ എഴുന്നേറ്റു യമുന. എന്ത് പറ്റി? യമുന ഉറങ്ങിപ്പോയോ? കോളേജ് എത്തി കേട്ടോ. ഇത്ര പെട്ടെന്ന് എത്തിയോ എന്ന് ചോദിച്ചു. എന്തായാലും ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ യമുന ഇറങ്ങി. അപ്പം ശരി യമുനേട്ടാ, ഒരു മിനിറ്റ്, ഇന്ന് ഞങ്ങളുടെ കോളേജ് ഡേ ആണ്. കോളേജ് ഡേ. ഓഹോ, എനിക്ക് ഒരു മൊമെൻ്റൊക്കെ കിട്ടും ഈ വർഷം. ഞാനാ കലാതിലകം. ആഹാ, റിയലി? കൺഗ്രാറ്റ്സ് യമുന. പിന്നെ വേറൊന്നുകൂടി ഉണ്ട് കേട്ടോ. പറഞ്ഞ് എന്നെ കളിയാക്കില്ലല്ലോ അല്ലേ? എന്താ? താൻ ധൈര്യമായിട്ട് പറഞ്ഞോ. അതെൻ്റെ ഒരു പോയം റെസിറ്റേഷൻ ഉണ്ട്, സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അടിപൊളി, ഇയാൾ മൊത്തത്തിൽ സ്കോർ ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞു. താങ്ക്സ്. അല്ല, എൻ്റെ കവിത ഏതാന്ന് ചോദിച്ചില്ലല്ലോ നിവിനേട്ടൻ. അല്ല, ഏതാ കവിത പറയോ? സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ലേ? വൃന്ദാവനത്തിൽ തന്നെ ഒറ്റയ്ക്കാക്കി പോകുന്ന കൃഷ്ണനോട് രാധ പറയാതെ പറയുന്ന വിരഹ ദുഃഖമാണ്. നെവിനാണ് ഇതൊന്നും കേൾക്കാനായിട്ട് ഒരു താല്പര്യമില്ല. ഈ നെവിനേട്ടൻ എന്താ ഇങ്ങനെ ഇതൊക്കെ ചോദിച്ച് പറയിപ്പിക്കണോ? എനിക്ക് കവിതയിൽ അത്ര പിടിയില്ല, അതുകൊണ്ടാണ്. എനിക്കും കവിത ഒന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു. എന്തുകൊണ്ടോ മനസ്സിൽ കയറി ഉടക്കി പറയാത്ത പ്രണയത്തിൻ്റെ നൊമ്പരം. അപ്പം നെവിൻ പറഞ്ഞു, പ്രോഗ്രാം ഉള്ളതല്ലേ, ചെല്ല്. നെവിനേട്ടൻ വരുന്നുണ്ടോ പ്രോഗ്രാം കാണാൻ? അതിന് പുറത്തുള്ളവർക്ക് കോളേജിലേക്ക് എൻട്രി ഉണ്ടോ?
നെവിനേട്ടൻ ഔട്ട്സൈഡർ അല്ലല്ലോ, എൻ്റെ ഗാർഡിയൻ അല്ലേ. ബഹുമതി വരവ് വെച്ചിരിക്കുന്നു. ഇപ്പം സമയമില്ല, പിന്നീട് ഒരിക്കലാകാം. എന്തായാലും നെവി പോകാൻ കഴിഞ്ഞപ്പോൾ നെവിനേട്ടാ, അതെ ഈ സാരി എങ്ങനെയുണ്ട് നെവിനേട്ടാ? ഞാൻ ആദ്യം കണ്ടപ്പോഴേ ശ്രദ്ധിച്ചായിരുന്നു. ഇഷ്ടപ്പെട്ടോ? എന്നിട്ടെന്താ ഇതുവരെയൊന്നും പറയാതിരുന്നത്? ഓ, കൈമാറുന്ന ഹൃദയമാകുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതല്ല, കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാ, കണ്ണിലെ കൃഷ്ണമണി പോലെ എന്ന് പറഞ്ഞു. അത് മാത്രം ഇവൾക്ക് മനസ്സിലായില്ല കേട്ടോ. എന്തായാലും യമുന നമ്മുടെ നെവിനേട്ടൻ്റെ പണി കൊടുക്കുന്നുള്ളത് 100% ഉറപ്പാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പണി കൊടുക്കുന്നതല്ല ഇന്നത്തെ കഥ. സി ഓക്കെ, താങ്ക് യു.